ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ജാഹിലിക്കോട്ട ലൈനിലെ ജാഹിലിക്കോട്ടയുടെ ഒന്നാം ഭാഗം നമ്മൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതായത് അബുദാബിയിലത്തെ അലയിലെ ഏറ്റവും വലിയ കോട്ടയിലൊന്നാണ് ഈ ജാഹിലി കോട്ട. 1891 കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമ്മളതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലയിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കോട്ടയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാഹിലി ഫോർട്ട് കോട്ട ശരിക്കും പറയുകയാണെങ്കിൽ 1891 പണിയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. വെറും മണ്ണും കട്ടകളൊക്കെ ഉപയോഗിച്ചിട്ടാണിത് പണിതത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അബുദാബി ഭരിച്ചിരുന്നത് ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ ആയിരുന്നു. സായിദ് ഫസ്റ്റ് അഥവാ സായിദ് ഒന്നാമൻ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സായിദ് ഫസ്റ്റ് അഥവാ സായിദ് ഒന്നാമൻ എന്നറിയപ്പെട്ടിരുന്ന 1855 മുതൽ 1909 വരെ അബുദാബിയുടെ റൂളറായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തായിരുന്നു. അതായത് ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ ആയിരുന്നു. 1950 മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ കോട്ട അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ അവിടുത്തെ ഒരു കിണറാണ്, അല്ലേ, ഭയങ്കര ആഴമുള്ള കിണറാണത്. അത് അവരവിടെ നല്ല രീതിയിൽ ഇതാക്കിയിട്ട് സ്ട്രോങ് ആയിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് ആ കിണറിൻ്റെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കി. അപ്പോൾ നല്ല അടിയിൽ വെള്ളമൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് താഴ്ചയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും വീഴാതിരിക്കാനൊക്കെ വേണ്ടിയായിരിക്കാം അത് അവരങ്ങനെ അവരുടെ പഴയകാല കിണറിനെ വരുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അത് അവരവിടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ട് അത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് അവിടെ ആ രാജകൊട്ടാരത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന കിണറാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് നല്ല രീതിയിൽ തന്നെ അത് അവരവിടെ വരുന്ന ആളുകൾക്ക് കാണാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിൽ അതിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ആ കൊട്ടാരത്തിൻ്റെ ജാഹിലി കോട്ടയുടെ ഓരോ ഭാഗങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമചതുരത്തിൽ നമ്മുടെ നാലുകെട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ നാലുകെട്ട് പോലെയൊക്കെയാണ് ഓരോ നല്ല രീതിയിൽ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഏരിയകളാണ്. ഇതിപ്പോൾ കോട്ടയുടെ ഓരോ വശങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ നമ്മൾ ആ സമചതുരത്തിൽ നിന്നിട്ട് നമ്മൾ എടുത്തുള്ളതാണ് അതിൻ്റെ 4 ഭാഗത്തുള്ള ആ വ്യൂ കോട്ടയുടെ. ഇതിപ്പോൾ നമ്മളിതിന് മുമ്പ് കണ്ടത് തന്നെയാണ് ഈ ഭാഗം, എങ്കിലും ഇതൊരു വാച്ച് ടവറാണത്. അപ്പോൾ 3 നിലയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടക്കാനുള്ള ഒരു വരാന്തത്തിൻ്റെ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ആ വാച്ച് ടവറിൻ്റെ മേലേക്ക് 1ാമത്തെ നിലയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തതാണ് അത് ഭാഗം. അപ്പോൾ നമുക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ അതിൻ്റെ വരാന്തയാണ് കാണുന്നത്. ആ വരാന്തയിൽ കൂടെ നമുക്കതിങ്ങനെ ചുറ്റും അതിങ്ങനെ വലിയൊരു റൗണ്ടാണ്. ആ റൗണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് ആ കോട്ടയുടെ ചുറ്റും ഇങ്ങനെ നടക്കാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കോട്ടയുടെ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാനും സാധിക്കും. ഒപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനും സാധിക്കും. വാച്ച് ടവറാണ്. അപ്പോൾ അത് നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. കാരണം ഒരു കൊട്ടാരവും അല്ലെങ്കിൽ ഒരു കോട്ട എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള സുരക്ഷയും പല വിധത്തിലുള്ള ഇതുണ്ടാവുമല്ലോ. ഒരു കൊട്ടാരത്തിൻ്റെ ഇതിൽ പലതരത്തിലുള്ള ആക്രമണം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ നല്ല ഒരു കാഴ്ചയും കാണാൻ സാധിക്കണം കൊട്ടാരത്തിൻ്റെ ആ ഭാഗങ്ങളും. കാരണം അത്ര ഹൈറ്റിൽ നിന്നിട്ടാണല്ലോ ഇപ്പം നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്നുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ആ കോട്ടയുടെ ഒക്കെ മറ്റുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത 2ാമത്തെ നിലയിലേക്ക് 3 നില ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അവിടെ ഇതേപോലെ തന്നെ നടക്കാനുള്ളൊരു വരാന്ത ഉണ്ട് ചുറ്റും, ആ കോട്ടയുടെ ചുറ്റും. ആ ഒരു വാച്ച് ടവറിൻ്റെ മേലെ നിന്നുകൊണ്ട്
നമുക്കിങ്ങനെ മൊത്തത്തിലിങ്ങനെ ചുറ്റും നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരേ റൂമുകളുണ്ട്. അപ്പോൾ അതൊക്കെ വാതിലുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ ഒന്ന് തുറന്നിട്ട് കാണുന്നില്ല. അപ്പോൾ അത് ഈ പോകുന്ന പോക്കിലൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള ഈ ഹോളുകൾ, അത് ഈ പറഞ്ഞ പോലെ വല്ല ശത്രുക്കളുടെ വല്ല യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നേരിടാനുള്ള ഗണ്ണ് ഉപയോഗിക്കാനായാലും ആ ഹോളിൽ കൂടെ ഏതെങ്കിലും രൂപത്തിൽ വല്ല അമ്പ് ചെയ്യാനും ആ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ അമ്പും ബില്ലൊക്കെ ഉപയോഗിക്കുന്ന കാലമായിരിക്കുമല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ മേലെ കാണിക്കുന്നത് കണ്ടോ, ലൈറ്റ് വെക്കാനുള്ള ഭാഗങ്ങളും ഒക്കെയാണ്. വീണ്ടും നമ്മൾ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇവിടുന്ന് നമ്മൾ നടന്ന് കാണുമ്പോഴുള്ള നല്ല ഒരു മനോഹരമായിട്ടുള്ള അത്രയും ഭംഗിയുണ്ട് അതിൻ്റെ കോട്ടയും ആ കോട്ടയുടെ പരിസരവും. ആ മേലെ നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേണ്ടില്ലേ, ഇതൊക്കെ പഴയ കോട്ടയുടെ ആ അന്നത്തെ അതേ രൂപത്തിൽ തന്നെ അത് അവരോട് നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടുന്ന് ആ കോട്ടയുടെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ നേരത്തെ കയറി മുകളിലേക്ക് കയറി അതേപോലെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആ സൈഡിൽ നിന്ന് കാണുന്നതാണ് മറ്റുള്ള കോട്ടയുടെ മറ്റുള്ള പരിസരങ്ങളുടെ ആ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇതിൽ ഓരോ റൂമുകളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് ആ ഹോള് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഹോളിൽ കൂടെ ശത്രുക്കളെ വെടിവെക്കാനായാലും ശരി, ഇനി വല്ല അമ്പും വില്ലും പോലുള്ള ഉപയോഗിച്ച് ശത്രുക്കളെ, കാരണം ശത്രുക്കൾക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ശത്രുവിനെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോ കൊട്ടാരത്തിലും അല്ലെങ്കിൽ ആ കോട്ടയുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിരിക്കാം അതൊക്കെ. ഇപ്പോൾ കോട്ടയുടെ വാച്ച് ടവറിൻ്റെ മേലെ നിന്നിട്ടുള്ള താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ജാഹിലി കോട്ടയുടെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ആ താഴത്തുനിന്ന് അതിൻ്റെ സമചതുരത്തിലുള്ള അല്ലെങ്കിൽ നടുമുറ്റം പോലെയുള്ള ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴത്തേക്ക് ഇറങ്ങി കോട്ടയുടെ താഴത്ത് ആ വാച്ച് ടവറിൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ അതിൻ്റെ പരിസരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 1891 ആ പണി ആരംഭിച്ച് 1898 തോന്നുന്നു അതിൻ്റെ പണി അവസാനിച്ചത്. ആ കാലത്ത് ഒരു ഉപയോഗിച്ചിരുന്ന കോട്ടയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ കടന്നു ചെന്നപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. ആ കോട്ടയുടെ ഏകദേശം രൂപം കംപ്ലീറ്റ് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ജാഹിലി കോട്ടയുടെ ഒരു മിനിയേച്ചറാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ അവരവിടെ വരുന്നവർക്ക് കാണാനും അത് പകർത്താനും വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എടുക്കാനും നമുക്കത് കറക്റ്റ് ആ കോട്ടയുടെ ഒരു ശരിക്കുള്ളൊരു ഇതിൻ്റെ ഒരു രൂപം തന്നെ ഒരു മിനിയേച്ചർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ കോട്ടയുടെ ഒരു സൈഡാണ് ഇപ്പോൾ ഇത്. വളരെ മനോഹരമായ രൂപത്തിലാണ് നമുക്കത് അവരുടെ ആ പഴയ തനിമ. ഇത് കോട്ടയുടെ മുന്നിലുള്ളൊരു വണ്ടിയാണ്, ഇവിടെ നിന്നുള്ളൊരു ഫോട്ടോയാണ്. ഇത് കോട്ടയുടെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. ഞാൻ കോട്ടയുടെ പുറത്തേക്ക് കടന്നു വന്നു. പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ഫസ്റ്റ് ഗേറ്റാണ് കൊട്ടാരത്തിൻ്റെ ജാഹിലി. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കഥകളും UAE അബുദാബിയുടെ അല്ലെങ്കിൽ അലൈൻ്റെ ഒക്കെ പഴയകാല ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കോട്ടയുടെ പുറത്തുള്ള ഒരു വലിയൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ്, അന്ന് നമസ്കാരത്തിനൊക്കെ വേണ്ടി. ഇത് കോട്ടയുടെ ഒരു രാത്രി വ്യൂ ആണത്. ജാഹിലി കോട്ടയോട് നമ്മൾ ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, ബായ്.